വ്യാവസായിക പരിശീലന വകുപ്പിൽ വിരമിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് 3 ദിവസത്തേക്ക് സ്ഥാനക്കയറ്റം നൽകാൻ ഉത്തരവ്. മെയ് 31-ന് വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി 4 ദിവസത്തേക്ക് സ്ഥാനക്കയറ്റം നൽകി തൊഴിൽ വകുപ്പ് ഉത്തരവിറക്കി. നടപടി സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമാകുമെന്നാണ് ആക്ഷേപം. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, പെൻഷനും ശമ്പളം നൽകാനും ഒക്കെ കഷ്ടപ്പെടുന്ന സമയത്താണ് ഇത്തരത്തിൽ ഇഷ്ടക്കാർക്ക് വേണ്ടിയിട്ട് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിൽ അസാധാരണ ഉത്തരവുകൾ ഇറങ്ങുന്നത്. എങ്ങനെ നോക്കിക്കാണാം? ലക്ഷ്മി വ്യക്തമാക്കിയതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നു. 6 മാസത്തോളമായി സംസ്ഥാനത്തെ വിവിധ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്ന പശ്ചാത്തലം ഇനിയിപ്പോൾ KSRTC ഉൾപ്പെടെയുള്ള വിവിധ സർക്കാർ മേഖലകളിലെ ശമ്പളം കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്ന് നിരന്തരം ആവർത്തിക്കുന്ന അതേ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ ഇഷ്ടക്കാരെ ഉന്നത പദവി നൽകി അവർക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ കൂട്ടി നൽകാനായുള്ള നടപടികൾ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വ്യവസായ പരിശീലന വകുപ്പിലാണ് വിരമിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് 3 ദിവസത്തേക്ക് സ്ഥാനക്കയറ്റം നൽകി വൻ സാമ്പത്തിക ബാധ്യത സർക്കാരിന് തന്നെ വരുത്തി വെക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ തന്നെയാണ് മെയ് 31-ന് വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഇത്രയധികം ദിവസം സ്ഥാനക്കയറ്റം നൽകി ഉത്തരവ് പുറത്തിറക്കുന്നത്. ഔദ്യോഗികമായി തൊഴിൽ വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് അല്പസമയം മുമ്പ് പുറത്തിറക്കിയിട്ടുമുണ്ട്. ഫെബ്രുവരി മാസത്തിൽ തന്നെ ഒഴിവുകൾ നിലവിൽ വന്നിട്ടും വകുപ്പ് സ്ഥാനക്കയറ്റത്തിന് ശ്രമിക്കാതെ മറ്റു ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ വീതിച്ചു നൽകിയായിരുന്നു മുന്നോട്ട് പോവുകയും അതിന്റെ വകുപ്പിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ തന്നെ ചെയ്തത്. എന്നാൽ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥ തലത്തിലുള്ള സമ്മർദ്ദം കാരണം സ്ഥാനക്കയറ്റം നൽകുന്നുണ്ട് എന്നുള്ളൊരു ആരോപണവും ആക്ഷേപവുമാണ് ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്തിട്ടുള്ളത്. ഒറ്റ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാസം ഏകദേശം 1 ലക്ഷത്തോളം രൂപ പെൻഷൻ ഇനത്തിൽ സർക്കാരിന് അധികമായി നൽകേണ്ടി വരും എന്നുള്ളൊരു ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. സംസ്ഥാന സർക്കാർ നിരവധി തവണ ഈ സംസ്ഥാനത്തെ പോലീസ് സേനയിൽ വാഹനങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ പോലും സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ കാശില്ല, പണമില്ല എന്ന് നിരന്തരം ആവർത്തിക്കുമ്പോഴും ക്ഷേമ പെൻഷൻ സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്തിക്കാൻ മാസങ്ങൾ പെൻഡിംഗ് ഇടുമ്പോഴുമാണ് ഇത്തരത്തിൽ ഇഷ്ടക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാനക്കയറ്റങ്ങളും ആനുകൂല്യങ്ങൾ നൽകാനുമുള്ള നടപടി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വിവിധ കോണുകളിൽ നിന്നും വിവിധ മറ്റ് ഇതര പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകളിൽ നിന്നും ഒക്കെ തന്നെ ഉയർന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഔദ്യോഗികമായി ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ്. 20,000-ഓളം വരുന്ന സർക്കാർ ജീവനക്കാരാണ് ഈ മാസം 31-ാം തീയതിയോടുകൂടി സർവീസിൽ നിന്നും വിരമിക്കുന്നത്. അതിൽ ഇഷ്ടക്കാർക്ക്, പ്രത്യേകിച്ച് ഇടത് അനുകൂലമായിട്ടുള്ള തൊഴിലാളി സംഘടനകളിൽ വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ CPM-ന്റെ ഇഷ്ടക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഉത്തരവിറക്കുകയും ആ ഉത്തരവിലൂടെ നിരവധി ആളുകൾക്ക് സ്ഥാനക്കയറ്റം നൽകിയിട്ടുള്ള സർക്കാർ നടപടി. ലക്ഷ്മി.